ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ്. അതിൽ ആദ്യം കാടക്കോഴി വെച്ചുണ്ടാക്കുന്ന ബിരിയാണിയാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോയിലുള്ള മോള് എൻ്റെ ആങ്ങളുടെ മോൻ്റെ കുട്ടിയാണ്. അങ്ങനെ നമ്മളിന്ന് ഉച്ചക്ക് കാട ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ കാടയിറച്ചി ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് പച്ചമുളക് ചതുക്കിയത്, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയില പുതിനയില, പിന്നെ ഒരു 2-3 സ്പൂൺ തൈര്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ അതിന് മുന്നായിട്ട് നമ്മൾ ചോറ് വെക്കാനുള്ള റൈസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിടണം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ സാധാരണ ബിരിയാണിയിലേക്ക് ഇടുന്ന എല്ലാ സ്പൈസസും ഇട്ട് നന്നായിട്ട് ഒരു 2 വലിയ ഉള്ളി എടുത്ത് നന്നായിട്ട് നമ്മൾ ഗോൾഡൻ കളറിൽ പൊരിച്ച് പോരാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കണം. ആ പൊരിച്ച ഓയിലിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു 2 ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. അതിനുശേഷം ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അതേപോലെ പച്ചമുളക് ചതുക്കിയതും, പിന്നെ തക്കാളി, ഒരു 3-4 തക്കാളി മതി. അതിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള ഗരം മസാല, കുറച്ച് ഒരു 1/2 കപ്പ് തൈര്, പിന്നെ മല്ലിയിലയും പുതിനയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ഇട്ട് നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഉപ്പ് ചേർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഉപ്പിട്ടതുകൊണ്ട് വീണ്ടും മസാലയിൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിടണം. അതിനുശേഷം നമുക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. വീണ്ടും ഒരു 1/2 മുറി ചെറുനാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉള്ളി അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള റൈസ് നമ്മളൊരു 1/4 ഭാഗം വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഈ റൈസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ടെടുക്കാം. ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ടേസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇപ്പോൾ ഇത് നമ്മുടെ കാട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല റൈസിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ നമ്മൾ റെഡിയായി.
ഈ പെയിൻറ്റിങ്സൊക്കെ എൻ്റെ ആങ്ങളുടെ മകൾ വരച്ചതാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം.